ഇപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയാണ് USS എബ്രഹാം ലിങ്കൺ. അപ്പം ഈ ഇസ്രയേലിൻ്റെ ഒരു സഹായത്തിനായിട്ട് അവിടെ കിടക്കുന്നതാണ് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ ഹൂത്തികൾ അതിന് നേരെ ആക്രമണം നടത്തിയെന്ന് കേൾക്കുന്നല്ലോ. യമനിൽ നിന്നുള്ള ഹൂതികൾ അമേരിക്കൻ നാവിക പടയെ ആക്രമിച്ചു എന്ന് 2 ദിവസമായിട്ട് വാർത്തയുണ്ട്. അപ്പോൾ ഇവരുടെ ഹൂത്തികളുടെ ഔദ്യോഗിക വക്താവായ യാഹിയ സാരിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഞങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണെ ആക്രമിച്ചു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അത് അൽ ജസീറയൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ ഹൂതി ഹമാസ് അനുകൂലികൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ നമ്മുടെയൊക്കെ താഴെ വന്നു, അറിഞ്ഞില്ലേ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കണെ തവിട്ട് പൊട്ടിയാക്കി കളഞ്ഞു ഹൂത്തികൾ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്നുണ്ട്. ചുമ്മാതാ. പക്ഷെ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. അതായത് ബാബ് അൽ മഡബ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രൈറ്റ് ഉണ്ട്. സ്ട്രൈറ്റ് എന്ന് എന്താ പറയുക, ഉൾക്കടൽ. അതാണ് ബാബ് അൽ മാൻഡബ് സ്ട്രൈറ്റ്. ഇത് ചെങ്കടലിൽ റെഡ് സീയിൽ നിന്ന് ഗൾഫ് ഓഫ് എയ്ഡൻ എന്ന് പറയുന്ന അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ പോലത്തെ ഒരു ഭാഗമാണ്. അവിടെ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ 2 കപ്പലുകൾക്ക് നേരെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളാണ്. അത് USS സ്റ്റോക്ക്ഡെയിൽ, സ്പുറാൻസ് എന്ന് പറഞ്ഞ 2 കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായി. 8 വൺ-വേ അറ്റാക്ക് ഡ്രോണുകൾ വന്നു, 5 ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു, 3 ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലുകൾ വന്നു. ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ആരാന്നറിയോ? പെൻറ്റഗണാണ്. പെൻറ്റഗൺ സമ്മതിച്ചു, ഞങ്ങളുടെ കപ്പലുകൾക്കരെ 8 ഡ്രോണുകൾ വൺ-വേ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോകാത്ത ഡ്രോണുകൾ അത് വന്ന് വീണ് തകരുകയാണ്. അത് ബോംബ് സ്ഫോടനം നടന്ന സാധനമാണ്. അല്ല, സാധാരണ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വിളിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു മിസൈൽ പോകുന്ന പോലെ ഡ്രോൺ പറന്നു വരുന്നു, അതിൻ്റെ ഹിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വിടുന്നു, അവിടെ വീണ് തകരുക. അത്ര 8 എണ്ണം വന്നു. പിന്നെ 5 എണ്ണം നോക്കുക, വന്നിരിക്കുന്ന ആയുധങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ പാട്ട പോലത്തെ അല്ല, ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു 5 എണ്ണം. ഈ കപ്പലുകൾ ഡിസ്ട്രോയർ, അതായത് ഗൈഡഡ് മിസൈൽ, ഇങ്ങനെ ഗൈഡഡ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വരുന്ന മിസൈലുകളെ തകർക്കാൻ വേണ്ടിയുള്ള കപ്പലുകളാണ് സ്റ്റോക്ക്ഡീലും മറ്റേ 2 കപ്പലുകൾ. അതിന് നേരെയാണ് ഇത് വന്നത്. അതിലൊന്ന് 3 ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലും വന്നു. ഇതെല്ലാം കൃത്യമായി ആകാശത്ത് വെച്ച് തന്നെ ഞങ്ങൾ തകർത്തു എന്നാണ് US മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ വക്താവായിരിക്കുന്ന മേജർ ജനറൽ പാട്രിക് റൈഡർ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, പക്ഷേ അവൻ്റെ സാധനം പറന്നു വന്നു, ഞങ്ങളടിച്ച് ദൂരെ കളഞ്ഞു. അത് പിന്നെ എബ്രഹാം ലിങ്കണെ ആക്രമിച്ചെന്ന് ഹൂതികൾ പറയുന്നുണ്ടല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾ, അതിൽ 10-60ഓളം ഫ്ലൈറ്റ്സ് ഉണ്ട്, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള വിമാനവാഹിനി. അതിൽ ഒരു നമ്മുടെ വിക്രാന്തൊക്കെ പോകുമ്പോൾ കാണാം, INS വിക്രാന്ത്, ഇന്ത്യൻ നേവൽ സർവീസ് എന്നാണല്ലോ INS എന്ന് പറഞ്ഞത്. വിക്രാന്ത് പോകുമ്പോൾ അതിന് ചുറ്റും പെട്രോൾ ബോട്ടുകളുണ്ട്, അതിന് മുകളിൽ കൂടെ പറക്കാൻ പൈലറ്റ് ചെയ്യാൻ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഉണ്ട്, അടിയിൽ സബ്മറൈൻ ഉണ്ടാവും. ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഒരു യുദ്ധമല്ല വിമാനവാഹിനി കപ്പൽ പോകുന്നത്. വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു പറക്കുന്ന മിലിറ്ററി ബേസാണ്. അതിനകത്ത് 30 മുതൽ 60 വരെ വിമാനങ്ങളെയൊക്കെ വഹിക്കാൻ പറ്റുന്ന കപ്പലുകളുണ്ട്, ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ. പിന്നെ ഏറ്റവും ആധുനികമായ പിന്നെ 10,000-45,000 ഭടന്മാരുണ്ടാവും ഒരു കപ്പലിൽ. അപ്പോൾ ഒരു ആർമിയുടെ ഒരു ചെറിയ യൂണിറ്റ് പോകുന്ന പോലെയാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കരയിലും കടലിലും വെള്ളത്തിനടിയിലും ആകാശത്തും സന്നാഹങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇവിടെ നേവൽ ബേസിൽ പോലും വിക്രാന്ത് വരുമ്പോൾ അവിടെ കരയിൽ സുരക്ഷയുണ്ട്, ആകാശത്ത് പൈലറ്റ് ചെയ്ത നിരീക്ഷണ വിമാനങ്ങൾ പറക്കുന്നുണ്ടാവും, ചുറ്റും പെട്രോൾ ബോട്ടുകളുണ്ടാവും, അടിയിൽ സബ്മറൈൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇവിടെ കൊച്ചി വന്ന് ഷിപ്പ് യാർഡിൽ വന്ന് കിടക്കുമ്പോഴും നേവൽ ബേസിൽ വന്ന് കിടക്കുമ്പോഴും നമ്മുടെ വിമാനവാഹിനി വരുന്നത്. ഇപ്പോൾ US-ൻ്റെത് ഒരു വാർ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ തുറമുഖത്തേക്ക് വരികയാണ്. പക്ഷേ വേറൊരു രാജ്യവുമായി സംഘർഷമുള്ള ഒരു മേഖലയിലേക്ക് അമേരിക്കയുടെ വിമാനവാഹിനി പോകുമ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ സുരക്ഷയ്ക്കായി ഉണ്ടാവുമെന്നറിയാമോ? അവിടേക്ക് അതിനെ തകർത്തു, അതിൽ വിജയകരമായി ലക്ഷ്യം നേടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്ക വളരെ കൂളായിട്ട് പറഞ്ഞു, ഓ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് വളരെ കൃത്യമായൊരു മറുപടിയാണ്. പക്ഷേ ഇതിനകത്ത് ചില മെസ്സേജുകൾ, കാരണം ഈ മറ്റേ മേജർ ജനറൽ പാട്രിക് റൈഡറിൻ്റെ മറുപടി പറയുന്നത്, ഹൂതികൾ ആക്രമണം വന്നു, പക്ഷെ ഞങ്ങളത് വിജയകരമായി എല്ലാം തകർത്തു. അതിൻ്റെ എണ്ണവും പറഞ്ഞു, എത്ര സാധനം വന്നു എന്നുള്ള കണക്കും ഞാൻ പറഞ്ഞല്ലോ, അതും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെൻറ്റൻസിൽ
ഹൂത്തികൾ യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. അതെ. പക്ഷേ അതിനകത്ത് പറയുന്നത് എംഫസിസ് ചെയ്ത് പറയുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂത്തികൾ അമേരിക്കയുടെ നാവികപ്പടയ്ക്ക് നേരെ ഒരാക്രമണ ശ്രമം നടത്തി. ആക്രമണം നടത്തി എന്ന് പറയാൻ പറ്റില്ല, അത് വന്ന വഴിക്ക് അത് പോയി. അപ്പോൾ അത് വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്കാണ്, ഇറാൻ്റെ പിന്തുണയുള്ള ഹൂത്തികൾ എന്നുള്ള വാചകം. അത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളും സൈനിക മാനങ്ങളും ഉണ്ടാവും എന്ന് കരുതുന്നു. കാരണം അത് മാത്രമല്ല, അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ആധുനികമായ ആയുധങ്ങളാണ്. കാരണം ക്രൂസ് മിസൈലുകളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, അതിൽ ആൻറ്റി ഷിപ്പാണ്, കപ്പൽ വേദത്തിന് വേണ്ടിയുള്ള ടാങ്ക് വേദം, വിമാനവേദം, കപ്പൽ വേദമൊക്കെ ഉണ്ടല്ലോ. കപ്പലുകൾ തകർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളാണ്. പക്ഷേ ഞങ്ങളുടെ മിലിറ്ററി സെൻട്രൽ കമാൻഡിന് ഇതെല്ലാം തകർക്കാൻ പറ്റി. കാരണം അമേരിക്കയ്ക്ക് ഇത് പറ്റും. കാരണം ഇറാനിലൊക്കെ അയക്കുമെന്ന് പറഞ്ഞാലും ഇറാൻ്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ വേറൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. യമൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് സന എന്നാണ്. സനയിലേക്ക് അമേരിക്കയുടെ F-35C വിമാനങ്ങളും UK വിമാനങ്ങളും കയറി അവിടെ പൊടിയാക്കിയെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഹൂത്തി കൊടുത്തത് അങ്ങ് എത്തിയില്ല. അമേരിക്കയും ബ്രിട്ടനും കൂടെ ഒരു കലാപരിപാടി ഇപ്പോൾ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കിട്ടി, ബോധിച്ചു അല്ലേ, ചോദിച്ചു മേടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാവും. തലസ്ഥാനത്ത് ഒരു നല്ല പണി. യമൻ ഇപ്പോൾ ഏതാണ്ട് ഹൂത്തികളുടെ കയ്യിലാണ്. ഹൂത്തികളുടെ കയ്യിലല്ല, യമൻ പലരുടെ കയ്യിലാണ്. കുറേ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളവരുണ്ട്, കുറേ സൗദിയുടെ കയ്യിലുണ്ട്, സൗദി UAEക്ക് കുറേ ഭാഗത്ത് താല്പര്യമുണ്ട്. അങ്ങനെ ഒരു രാജ്യം, പിന്നെ ഇറാൻ ബാക്ക്ഡ് ആയിട്ടുള്ള ഹൂത്തികൾക്ക് താല്പര്യമുള്ള മേഖല. അപ്പോൾ ഇറാൻ എന്നുള്ള രാജ്യം 4-5 കഷണങ്ങളായി കുറേ ആളുകൾ കൈവച്ചിരിക്കുക. യമൻ ഇറാനല്ല, യമൻ. അപ്പോൾ അവിടെ ഈ സാനയിലേക്ക് തലസ്ഥാനമായ സാന ഇപ്പോൾ ആരുടെ ഹൂത്തികളുടെ കയ്യിലായിരിക്കും. അതുകൊണ്ടായിരിക്കും സാനയിൽ പോയി F-35C സ്റ്റെൽത്ത് ഫൈറ്റർ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ, ബ്രിട്ടൻ്റെ വിമാനങ്ങളുമുണ്ട്, ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് നോക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് വലിയ വാർത്തയായില്ല. അതെ. അപ്പോൾ US വിമാനവാഹിനിയായ എയർക്രാഫ്റ്റ് കാരിയറായ അബ്രഹാം ലിങ്കണെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്തയാവേണ്ടതാണ്. മാധ്യമത്തിലൊക്കെ ആണെങ്കിൽ പ്രധാന തലക്കെട്ട് വരേണ്ടതാണ്, അന്തിച്ചർച്ച, അടുപ്പുകൂട്ടി ചർച്ച അവിടെ നടക്കട്ടെ. പക്ഷേ ഇല്ല. കാരണം ഹൂത്തികൾ പറഞ്ഞാൽ പിന്നെ അബ്രഹാം ലിങ്കണെയൊക്കെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കാൻ പറ്റില്ല. കാരണം ഒരു സാധനം അങ്ങോട്ട് ചെല്ലത്തില്ല, വരുന്നതൊക്കെ ചുറ്റുമുള്ള കപ്പലുകളും ഈ കപ്പലുകളൊക്കെ അപ്പം തന്നെ തകർക്കും. എന്നാലും അമേരിക്കയുടെ കപ്പൽപ്പടയ്ക്ക് നേരെ ഇത് വന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോഴും അവർ വേണ്ടി വന്ന അമേരിക്കയെ ആക്രമിക്കും എന്നുള്ള നിലപാടില്ല. അന്തം വിട്ട പൊട്ടൻ എന്തും ചെയ്യുന്നത്. അതെ. അപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കിട്ടാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ 8 വൺ വേ അറ്റാക്ക് ഡ്രോൺസ്, 5 ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽസ്, 3 ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് അപ്പം തട്ടിക്കളഞ്ഞൊന്നുമല്ല. ഇതവിടെ അവന്മാർ അയക്കാൻ പുറപ്പെട്ട് ആലോചിച്ച് ബട്ടൺ ഞെക്കിയപ്പോഴേ ഈ സാധനം അവിടെ നിന്ന് പോയി തകർത്തു. അതാണ്. അല്ലാതെ ഞങ്ങൾ ഹൂത്തികൾ ആക്രമിച്ചത് കണ്ടില്ലെന്ന് ചോദിക്കാൻ ആ പഞ്ചായത്ത് പോലീസ് സാധനം വന്നു കാണത്തില്ല. ഇത് വരുന്നതൊക്കെ വളരെ മുമ്പേ കണ്ടെത്തി കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സംവിധാനം അമേരിക്കയുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ സൈനിക ശേഷിയും ഹൂത്തിയുടെ ശേഷിയും തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു കാര്യമില്ല. ആന വാ പൊളിക്കുന്നുണ്ട്, അണ്ണാൻ വാ പൊളിച്ചിട്ടൊന്നും ഒരു കാര്യം. അണ്ണാനും വാ പൊളിച്ചു എന്ന് പറയാം. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞതുപോലെ ഈ തീവ്രവാദികൾക്ക് ആരെയും ഭയമില്ല, ഭീകരർക്കും ആരെയും ഭയമില്ല. കാരണം അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെയല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമുള്ള ജീവിതമാണ് അവർക്ക് യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് ഷഹീദാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഒരു താൽക്കാലികമായ ഇടം മാത്രമാണ് ഭൂമി. അതുകൊണ്ട് ഞങ്ങൾക്കിനി യഥാർത്ഥ ജീവിതം ബാക്കി കിടക്കുന്നത് അവിടെയാണ്. അവിടെ ചെല്ലാനുള്ള വഴിയാണ് ജിഹാദ്. യുദ്ധം അവർക്കൊരു ജിഹാദും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്രയോ അതിൽ ഞങ്ങൾ നടത്തുന്ന ഓരോ ശത്രുവിനെതിരെയുള്ള, കാഫറുകൾക്കെതിരെയുള്ള ഓരോ ആക്രമണവും ഞങ്ങളുടെ ജിഹാദിൻ്റെ ലക്ഷ്യപൂർത്തീകരണമാണ്. അതുകൊണ്ട് അമേരിക്ക വൻ ശക്തിയായിരിക്കാം, അവനിട്ട് നമ്മൾ നിന്ന് ഞോണ്ടിയ അവൻ കയറിയിട്ട് തലക്കെട്ട് അടിച്ചിട്ട് കൂടെ കൊണ്ട് അടിച്ചിട്ട് പോകുമെന്ന് അറിയാം. അങ്ങനെ അടിച്ചിട്ട് പോയാലും ഞാൻ ഷഹീദാവത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നോക്കൂ, ഇറാൻ അനങ്ങുന്നില്ല. ഇറാൻ 5-ാം തീയതിക്ക് മുമ്പ് നവംബർ 5-ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാഖിലുള്ള ചന്തപ്പിള്ളേരെ കൊണ്ട് അടുപ്പിക്കുമെന്ന് പറയുമ്പോൾ ചന്തപ്പിള്ളേരെ നാട് വിട്ടുപോയി. ഇറാൻ മിണ്ടുന്നില്ല, ഒരനക്കവും ഇല്ല. അപ്പോഴാണ് ഹൂത്തികൾ ഈ അഭ്യാസം കാണിച്ചിരിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ച് ഇപ്പോൾ അവർ അടി കൊടുത്തിട്ട് അവർ വല്ലയിടത്തും പോയിരിക്കും. ഈ അമേരിക്കയുടെ ഫൈറ്റർ വന്നിട്ട് യമനിൽ പണി കൊടുത്തിട്ട് പോകും. യമനിൽ ഇത് അറിയാത്തവനൊക്കെ
ചത്തുപോകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഏതായാലും അപ്പോൾ ട്രംപ് വന്നു എന്നുള്ളതും ഭീകരവാദികൾക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ വിളിച്ചിരുന്ന് 4 മിസൈൽ വിടും, എന്നിട്ട് അവനെവിടെയെങ്കിലും പോയി കിടന്നിറങ്ങും, കരക്കാരൻ്റെ ഫലം അനുഭവിക്കും. അങ്ങനെയാണ് നടന്നുകൂടി. എല്ലാ തീവ്രവാദികളും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഹമാസ് നോക്കൂ, 1500ഓളം പേരെ ഒക്ടോബർ 7, 2023 ഇസ്രായേലിൽ കയറി ആക്രമിച്ചിട്ട് അവരവരുടെ പാട്ടിന് പോയി. ഇപ്പോൾ 50,000-ഓളം ആളുകൾ ഗാസയിൽ മരിച്ചു. അതിൽ എത്ര പേർ നിരപരാധികളുണ്ട്, എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. നമുക്കും കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നൊരു സങ്കടമാണ്. പക്ഷേ ഇത് ലോകത്തെല്ലായിടത്തും തീവ്രവാദി സംഘടനകൾ ചെയ്താണ്. അവർ ചെയ്യും, എന്നിട്ട് ഇവർ ഒളിവിൽ പോയി പിന്നെ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അതിൽ നല്ല ശതമാനം നിരപരാധികളാണ്. പക്ഷേ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗാസയിലെ ആളുകളെല്ലാം നിഷ്കളങ്കരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഒളിയിടം കൊടുക്കുന്നവരുണ്ട്, കുറേ പേരൊക്കെ ഭയന്നിട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ പൊതുവിൽ കാണുന്നത് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ അപലപിക്കാനുള്ള ആളുകൾ കുറവാണ്. നമ്മുടെ ഇവിടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി എത്ര പേര് അപലപിച്ചു. അപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിലും പലയിടത്തും നടത്തുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ലഷ്കർ തുടങ്ങിയ ആളുകൾ, പാകിസ്ഥാൻ മതതീവ്രവാദികൾ, പാകിസ്ഥാൻ സ്പോൺസേഡ് മതതീവ്രവാദികൾ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ അപലപിക്കാറുണ്ടോ? തെറ്റായി പ്രതിപക്ഷം പോലും അപലപിക്കാറില്ല. പക്ഷേ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുക. കാരണം ഇസ്ലാമിക തീവ്രവാദികളാണല്ലോ ആക്രമിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ആ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെ അല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘടനകൾ നിർഭാഗ്യവശാൽ കാണിക്കുന്നില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്തുക, സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ടാണ്. എന്നാൽ ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇതല്ല പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാവാത്തത് വലിയൊരു കുഴപ്പമാണ്. കാരണം അങ്ങനെ ചെയ്യുന്നവർക്ക് പരോക്ഷമായി പ്രോത്സാഹനം നൽകുന്ന പോലെയായിരിക്കും. ഏതായാലും ഹൂതികൾ ചെയ്തു. അവർ മിസൈലും ഡ്രോണും ഒക്കെ അയച്ചു. അതെല്ലാം അമേരിക്ക തകർത്തു. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുന്നത് പോലെ എബ്രഹാം ലിങ്കൺ കടലിൽ കിടപ്പുണ്ട്, റെഡ് സീ കിടപ്പുണ്ട്. അതിനെ ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. അതെനിക്കിപ്പോഴും തോന്നുന്നു അമേരിക്കയുടെ വക്താവ്, പെൻറ്റഗൺ വക്താവിൻ്റെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ മറുപടിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആനയെ വന്നിട്ടൊരു ഉറുമ്പ് കടിച്ച ആന അറിയോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടായതൊക്കെ ചോദിക്കുമ്പോൾ ഒരാളെ പരിഹസിക്കുന്ന അത്രയേ ഉള്ളൂ. അതിലും വലിയ പരിഹാസമില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ ഇവിടെ ചില ആളുകൾ അമേരിക്കൻ കപ്പൽ പടയെ തവിട് പൊടിയാക്കി ഇതൊക്കെ ഉള്ളത് ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരിക്കും. അത് ഉറക്കം എണീറ്റ് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയി കിടക്കാം. അപ്പോൾ ശരിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.